നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ വീട്ടിൽ കാട് കയറിയത്. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. Hey guys, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നല്ലൊരു കിടലിനായിട്ടുള്ളൊരു മാച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു നല്ലൊരു ഓപ്പോണൻ്റാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കളിച്ചൊരു മാച്ചാണ്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ നമ്മുടെ ഇൻട്രോയും കാര്യങ്ങൾ ഇതുപോലെ പവറായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ മച്ചന്മാരെ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വ്യാഴാഴ്ച നാളെ നമ്മൾ ലൈവ് ഉണ്ട് നമ്മുടെ റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ചാനലിൽ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ലൈവ് സെറ്റാക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇനി 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ലൈവ് വരാട്ടോ. നമുക്ക് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഈ ഒരു ചാനലിൽ കോ മാച്ച് ആണോ അല്ലെ എന്താ പറയുക നമ്മുടെ റാങ്ക് പുഷ് ചെയ്യണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും മച്ചാൻ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടീമിലും മെസ്സി ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഡിയം ഒക്കെ ഏതാ ഇതിൽ നിന്ന്. എന്തായാലും നിങ്ങൾ ഗൈസ് പിന്നെ അതുപോലെ ഗൈസ് ഇന്നത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മുടെ മാനേജറെ മാറ്റി. എന്താണെന്നറിയില്ല, ഞാൻ ഗ്യാസ്പെറിനെ ഇട്ടു. കാരണം ദശാംശനെ യൂസ് ചെയ്ത സമയത്ത് കുറച്ച് പവർ കുറഞ്ഞ പോലെ തോന്നി. എനിക്ക് തോന്നുന്നത് നെർഫഡ് ആക്കിയൊന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഓപ്പോണൻ്റാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാ കുറേ പ്ലേയേഴ്സിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതായത് ഗൈസ് ഇന്ന് നമ്മുടെ റൊമി ഉണ്ട്, അതുപോലെ തന്നെ മാൾഡിനി ഉണ്ട്, കസിലിയാസ് ഉണ്ട്, വാനുണ്ട്, ലിലിയൻ തൂറാം ഉണ്ട്, മെസ്സി ഉണ്ട്, റോഡ്രി പിന്നെ ഓൾറെഡി ഉള്ളതാണ് നമ്മുടെ അടുത്ത്. ഓഡോയും വാനും പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കിയപ്പോഴാണ് സാബിയുടെ ടീമാണ്, ക്യുക്കൗണ്ടറാണ്. ഓവൻ പ്ലസ് നമ്മുടെ പെഡ്രി പ്ലസ് ഓഡോ പ്ലസ് വാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാൻ മച്ചാൻ. അപ്പോൾ എന്തായാലും അവരുടെ ഫസ്റ്റ് ചരിയും, കാരണം സാബി ലോൺസിൻ്റെ ടീമാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലേയിങ് സ്റ്റൈലും അതുപോലെ നിങ്ങൾ ഏതാണ് ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് എന്തായാലും നമുക്ക് മാച്ചിലേക്ക് തുടങ്ങാം. റൊമി ടു സിൽവ, സിൽവ ടു റോഡ്രി, റോഡ്രി ടു ബെല്ലിംഗം. എടാ ജെറാഡ് എടുത്തു, നമ്മുടെ പയ്യൻസ് എടുത്തിട്ടുണ്ട്, ഗ്രീസ്മൻ, എടാ ബെല്ലിംഗം. ഗൈസ് ഈ ഒരു കാർഡ് നല്ല കാർഡാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് ഇറക്കിക്കോ, നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും. ബെക്കാമ് ടു കഫു. ഗൈസ് ഞാൻ ഇന്നലെ ഒരു 4ഓളം കളി കളിച്ചു, 4 മാച്ച് കളിച്ചപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല, നെർഫഡ് ആക്കിയതെന്ന് തോന്നുന്നു. നമ്മുടെ മാച്ചിൻ്റെ പവർ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റാന്ന് വെച്ചാൽ ടോണി ആഡംസ് ടു ബെക്കംബർ. ഇങ്ങനെയുള്ള പണി വരും. ജെറാഡ്, റോബർട്ടോ കാർലോസ് ടു ബെല്ലിംഗം ടു ബെക്കാം, സുവാരസ് എടാ കഫുവിലേക്ക് പോയി, കഫു ടു ബെല്ലിംഗം ടു നമ്മുടെ യമാൽ. ഗൈസ് ഈ ഒരു കാർഡ് നല്ല കാർഡാട്ടോ. നിങ്ങളുടെ അടുത്ത് കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കിക്കോ. ഇനി അതെല്ലാം വേറെ യമാലിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ, സ്പെയിൻ്റെ കാർഡ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ കോയിൻ സേവ് ചെയ്തു. കാരണം പിന്നെ എല്ലാവരും ഗൈസ് മച്ചാമാരെ എടാ ഞാനിപ്പോൾ 60 FPS നമ്മുടെ ഓക്കെ മെസ്സി ഡിഫെൻസ് ചെയ്തു മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്താ പറയുക നമ്മുടെ ഗൈസ് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾ നോക്കണം, കാരണം ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എന്തായാലും ഓപ്പോണ്ട് അത്യാവശ്യം നല്ലൊരു സ്കോഡുള്ള ഓപ്പോണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി സെലക്ഷൻ ഓർഡറൊക്കെ എടുത്തിട്ടില്ല. അയ്യോ ഇന്ന് എടുക്കാത്തവരൊക്കെ എടുത്തോട്ടോ, അല്ലേ ഗൈസ് പോകും. ഞാനിനി മിക്കവാറും ഓവൻ എടുത്താലോ എന്നുണ്ട്. ബാറ്റിക്ക് ഗൈസ് എന്താ പറയുക മച്ചന്മാരെ, ബാറ്റിൻ്റെ പഴയ പവർ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ബ്ലാക്കിനെ കേട്ടോ ഗോളിയായിട്ട് ഇറക്കിയത് ഗൈസ്. അപ്പം എവിടെ ഇത് സ്റ്റേജിൻ്റെ ബാക്കിൽ നമുക്ക് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഇത് പ്രീമിയം സീറ്റാണോ? ആൾക്കാർ കുറവാണല്ലോ. ബെല്ലിംഗം ടു ബെക്കാമായി, സുവാരസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ഒരു നല്ല പാസ്, സുവാരസിന് ഒരു നല്ലൊരു പാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സുവാരസ് ടു അടിച്ചോ, വാവ് ഗൈസ്. അപ്പോൾ 17ാം മിനിറ്റിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഗോളം കിട്ടിയിട്ടുണ്ട്. എന്തായാലും സുവാരസിൻ്റെ ഒരു അടിപൊളി ഗോളാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരും എടുത്താൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഒരു ഡൗട്ടിൽ ബാറ്റിയോ അല്ലെ നമ്മുടെ ഓവനെ എടുക്കണമെന്നാണ്. മാൾഡിനി ഗൈസ് കിട്ടില്ല കളിയായിരിക്കും മച്ചന്മാരെ. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു ചാൻസ് ഡീൽ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് പറയുന്നത് ഇപ്പം നിലവിൽ ഈ മറ്റേ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കളിക്കുന്ന ജപ്പാൻ യൂസേഴ്സിനൊക്കെ ഉള്ളൂ എന്നൊക്കെ കേട്ടെ. എന്തായാലും കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജപ്പാൻ ഇട്ടവരുണ്ട് ഗൈസ്. വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു നമ്മുടെ ഗൈസ് സുവാരസിലേക്ക് വീണ്ടും നമുക്ക് നോക്കാം ഗോൾ. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ അടുത്ത ഗോൾ തൊട്ടടുത്ത 21ാം മിനിറ്റിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ ഷോട്ടായിരുന്നു. 2 ഗോൾ നമ്മുടെ സുവാരസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നല്ല അടിപൊളി കളിയാണ്. ഞാൻ ഇന്ന് ഫസ്റ്റ് ആയിട്ടോട്ടോ നമ്മുടെ ഗ്യാസ്പെറിനെ ഇറക്കുന്നത്. എനിക്ക് ഇതിനു മുമ്പ് കുറേ ആയി തോന്നുന്നു ഗ്യാസ്പെറി മാനേജറിനെ ഇറക്കിയിട്ട്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡെഷാംസാണ് യൂസ് ചെയ്യുന്നത്. ജെറാഡ് ടു ഗ്രീസ്മൻ, കഫു. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എടാ യമാലിൻ്റെ ഒരു നല്ല വരവ് കാണോ. യമാൽ ഓക്കെ ഗൈസ് ഒബ്ലാക്ക് എടുത്തിട്ടുണ്ട്.
സോ ഗൈസ് നിങ്ങൾ എന്തായാലും ഇനി അഥവാ നിങ്ങളിപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് മാച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആവുന്നുണ്ടെങ്കിൽ തോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മാനേജറിനെ ഒന്ന് മാറ്റി വെക്കുക. ചിലപ്പോൾ മാനേജറിൻ്റെ ആയിരിക്കും, നിങ്ങളുടെ കളീൻ്റെ കുഴപ്പമല്ല, മാനേജറിൻ്റെ പ്രശ്നം ഉണ്ടാകും. കാരണം നെർഫഡ് ആക്കും, പവർ കുറയ്ക്കും കൊനാമി. അത് നമ്മുടെ ആരെയും കുറ്റമല്ലല്ലോ, കൊനാമി ബിസിനസ്. ഗൈസ് അപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മച്ചാമാരി ഇത് ഹാർട്രിക്ക് അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നേ. ഓ എൻ്റെ പൊന്ന് ഗൈസ്, 28-ാം മിനിറ്റ് ആയപ്പോഴത്തേന് 3 ഗോള്. ഗൈസ് ഈ ഒരു കാർഡ് സുവാരസിന്റെ ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ചെക്കന്മാരെ തീർത്തിട്ടുണ്ട്. ഓപ്പോണ്ട് സ്കിപ്പ് ചെയ്തു ഗൈസ് ഗോൾ സെലിബ്രേഷൻ. അല്ലേ നമുക്ക് തമ്പലേനെ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. റോമി സിൽവ ഗൈസ്. ഇനി ഇവന്മാരുടെ ഒരു കംബാക്ക് ഗോൾ ഉണ്ട് കേട്ടോ, അതാണ് നിങ്ങൾ കാണണ്ടേ. ഞാൻ വിചാരിച്ചില്ല ഇവരിങ്ങനെ തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ ബെക്കാം ഇത്രയും നല്ലൊരു മാച്ച് ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നത് മാനേജറിന്റെ പവർ പഴയ പോലെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു ബാറ്റിന് എടുത്തത് പണി പാളിയോന്ന്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഗൈസ് എടാ കിട്ടി സുവാരസിന്റെ ഒരു ഷോട്ട് കാണാം, അവിടുന്ന് ഒരു ഷോട്ട് അടിക്കാം. ഇതാരാണ്? റുഡ്രിഗർ അല്ലേ? വൻമതിൽ, ടീമിന്റെ വൻമതിലാണ്. ബെല്ലിംഗം ടു നമ്മുടെ മെസ്സി ടു നമ്മുടെ കഫുവിലേക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ ഡബിൾ ബൂസ്റ്റർ യൂസ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തപ്പോൾ ഓട്ടോ ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് മാറ്റം വന്ന റൂമി. എടാ ഗൈസ് നല്ലൊരു ചാൻസ് ഉണ്ടല്ലോ. യമാല് എടാ ബെല്ലിംഗം. ഓക്കെ ബെക്കംബർ എടുത്തു ഗൈസ്. മച്ചന്മാർ ഇപ്പോൾ അല്ലേ പണി പാളിയാനെ. ഒരു ഗോൾ ഇപ്പോൾ സിമ്പിളായിട്ട് അവന്മാർ അടിച്ചേനെ. അവന്മാർ ഒരു ഗോൾ ഇപ്പോൾ തൂക്കിയാനെ. നമ്മൾ നോക്കിയില്ലായിരുന്നേ പണി അങ്ങ് പാളിയാനെ. ബെല്ലിംഗം എടാ റൂമി. ഓക്കെ ഗൈസ് അപ്പോൾ റൂമി ഒരു ഗോൾ അടിച്ച് സേഫ് ആക്കിയിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റിലാണ്? 44-ാം മിനിറ്റിൽ അവന്മാർ ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബെല്ലിംഗം ടു നമുക്ക് ഇനി തിരിച്ചടിക്കണം. മെസ്സി കുറച്ച് പവർ കൂടിയിട്ടുണ്ടല്ലോ ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസ് ടു സിൽവ ടു വീണ്ടും കഫു, ബെല്ലിംഗം. എടാ ഗൈസ് പിടിക്കാത്ത ഗോളൊക്കെ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പിടിച്ചു കളഞ്ഞു. കഫു ഗൈസ് ഒരു ക്രോസ് അല്ലടാ കോർണർ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാഫ് ടൈം ആയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് 3 ഡ്രീം എന്ന് പറഞ്ഞൊരു മച്ചാനാണ് നമ്മുടെ ഓപ്പോണ്ട്. ഷോട്ടൊക്കെ ഒരേപോലെ ഉണ്ട്. സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ സുവാരസ് ടു എടാ റോബർട്ടോ കാർലോസ് എടുത്തു. പിന്നെ നെയ്മർ. മച്ചാന്മാരെ വ്യാഴാഴ്ച നമുക്ക് നാളെ നിങ്ങൾ ഏത് കാർഡാണ് പ്രതീക്ഷിക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നാളെ നല്ല അടിപൊളി കാർഡുകൾ വരുന്നുണ്ട് കേട്ടോ പോഡ്വേയിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രൂണോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഗൈസ് നമ്മുടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ 500 കോയിൻ്റെ പാക്ക് വരുന്നുണ്ടെന്ന് കേട്ടെ. സുവാരസ് അടിച്ചോ സുവാരസ്. എടാ കസിലിയാസ് തട്ടിപ്പോയടാ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മച്ചാൻ നമുക്ക് ഹാട്രിക്കൊക്കെ അടിച്ചു തന്നെയാണ് സുവാരസ്. അപ്പോൾ നല്ലൊരു കാർഡാണ്. പിന്നെ അതുപോലെ ഗൈസ് നിങ്ങളെന്തായാലും ഇന്നലെ നമ്മുടെ ഒരു മച്ചാനാണ് റിവാൾഡോനൊക്കെ ഇറക്കലില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടയ്ക്കൊക്കെ റിവാൾഡോനൊക്കെ ഇറക്കി നോക്കുക. കഴിഞ്ഞ ദിവസം PvP മാച്ചസിൽ ഞാൻ ഒരു പ്രാവശ്യം ഇറക്കിയായിരുന്നു. അപ്പം അണ്ണനാണ് ഒരു ഗോൾ ഇട്ട് തന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ ഈ പെസ്റ്റ് ടൈമിലുണ്ടായിരുന്ന പ്ലേയേഴ്സൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇറക്കിയാൽ മതി കേട്ടോ. കാരണം ചിലപ്പോൾ എടാ അമ്പോ യമാലിൻ്റെ ഒരു അതെന്ത് സ്കില്ല് ഗൈസ്. ബെക്കംബർ എടുത്തിട്ടുണ്ട്. ഓക്കെ ജെറാഡ് ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെസ്സി ടു ഗ്രീസ്മാൻ. പിന്നെ ഗൈസ് ഓഫ് സൈഡാടാ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഗ്രീസ്മാൻ്റെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നല്ല കാർഡാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റുന്ന കാർഡാണ്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗൈസ് ഓൾറെഡി നമ്മുടെ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് റേസിസോ ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. സുവാരസ് ടു ഒരു ത്രൂ പാസ് അത് വേണ്ടായിരുന്നു ഗൈസ്. വാൻ ബൈറ്റനാണത്. അതെ സിൽവ റുഡ്രിഗർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം കസ്ലിയാസ് എടുത്തു മച്ചാമേ. കഫു ഗൈസ്. ഇനി എന്താ വെച്ചാൽ 61-ാം മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവന്മാരെ സൂക്ഷിക്കണം. റൂമി. ഓക്കെ ബെക്കംബർ ഗൈസ്. ബെക്കംബറിനെ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ സുവാരസ് ടു ബെല്ലിംഗം. എടാ അത് അവിടെ പാസ് വേണ്ടായിരുന്നു. കഫു ടു റോബർട്ടോ കാർലോസ് നെയ്മർ. പിന്നെ മച്ചാമാരെ നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ ചില മാച്ചുകൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ എന്താ പറയുക ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പാസ്. സുവാരസ്. ഓക്കെ ഗ്രീസ്മാൻ. ഓക്കെ വാൻ ബയറ്റൻ. ഈ ചങ്ങ ഇതാരാണ്? റുഡ്രിഗർ അല്ലല്ലോ. യമാൽ ടു ടോണി ആഡംസ് ടു ബെല്ലിംഗം ടു റോബർട്ടോ കാർലോസ് ഗ്രീസ്മാൻ സുവാരസ്. എടാ മെസ്സിൻ്റെ പവർ കുറഞ്ഞു ഗൈസ്. അപ്പോൾ മിക്കവാറും ഇനി നമുക്ക് അവിടേക്ക് ഡെന്നിസ് ലോൻ ഇറക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും മച്ചന്മാരെ പൊസിഷൻ ലിഫ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല. റോബർട്ടോ കാർലോസ് ടു ഗൈസ്. ഇപ്പം സൗണ്ടൊക്കെ സെറ്റാണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾ. മച്ചന്മാരെ മുടിയൊക്കെ എങ്ങനെ? നെയ്മർ. പുറത്തേക്ക് പോയി. മുടിയൊക്കെ സെറ്റല്ലേ
പിന്നെ ഗൈസ് അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇപ്പം ചെറുതായിട്ട് വെയിലും മഴയും ഒന്നിച്ചാണ്. രാവിലെ കുറച്ച് നേരം വെയിൽ, പിന്നെ മഴ. ഡെന്നിസ് ലോ ടു പിന്നെ റോബർട്ടോ കാർലോസ് മച്ചാന്മാരെ. പിന്നെ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ കിട്ടിയായിരുന്നു. നല്ലൊരു അടിപൊളി മാച്ചായിരുന്നു. ഏകദേശം എല്ലാ പ്ലെയറും, അതായത് എപ്പിക്കിലുള്ള ആറ് പ്ലെയറെങ്ങാണ്ടും ഉണ്ടായിരുന്നു നമ്മുടെ ഓപ്പോണിൻ്റെ അടുത്ത്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ആ ഒരു വീഡിയോ ഹാഫ് ടൈം ആയപ്പോഴത്തേനും റെക്കോർഡ് മാറിപ്പോയി. അപ്പോൾ ആ ഒരു വീഡിയോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതൊരു അടിപൊളി മാച്ചാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയപ്പോൾ നന്നായിട്ട് ചെയ്തതാണ്. പിന്നെ ഓൾറെഡി കേസ് ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡിവിഷൻ മാച്ചിൽ 3 പ്ലേയേഴ്സിനെ കൊണ്ട് ഒരു കോംബോ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കുറേ നോക്കിയിട്ടോ ഗൈസ്, ക്ലൂവേർട്ടിനെ കിട്ടുമോ നോക്കി, പക്ഷെ ആരും എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം ടു ഡെന്നിസ് ലോ ടു സ്നൈഡർ. ഡെന്നിസ് ലോ നല്ല കാർഡാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇറക്കോ ഉണ്ടെങ്കിൽ. പിന്നെ കുറേ പേര് ഓൾറെഡി ഡെന്നിസ് ലോൻ്റെ ഫ്രീ കാർഡിൻ്റെ കാര്യം ചോദിച്ചത്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. റൊണാൾഡീനിയോ, ജെറാഡ്, കഫു മച്ചന്മാരെ, ടോണി ആഡംസ്, കഫു, ഓക്കെ, ബെക്കാം, ബെല്ലിംഗം, സ്നൈഡർ, റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടുണ്ട് മച്ചന്മാരെ. ഗൈസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വ്യാഴാഴ്ച ഒരിക്കലും ലൈവ് എന്താ പറയുക കറണ്ട് ചലിച്ചോണ്ടാട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല. ഇപ്രാവശ്യം എല്ലാം ദൈവം സഹായിച്ച്. എടാ നല്ലൊരു ചാൻസാണ്, ഞാൻ അനാവശ്യമായിട്ട് കൊണ്ട് കളഞ്ഞല്ലോ സ്റ്റോയിച്ച്കോവേ. ഗൈസ് അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ 3 ഗോളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഡിവിഷൻ പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ ഏതാ ഡിവിഷൻ. അപ്പോൾ മച്ചാൻ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഓൾറെഡി റിയൽ സെഞ്ചുറി വീഡിയോസ് ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.